സ്വത്തിനും സമ്പാദ്യങ്ങൾക്കും വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾക്കിടയിലാണ് മനുഷ്യർ. ഇതിൽ നിന്നെല്ലാം വേറിട്ട പ്രവൃത്തിയിലൂടെ മാതൃകയാവുകയാണ് വാണിയംകുളത്തെ ഒരു കുടുംബം. തങ്ങളുടെ കൈവശമുള്ള 7 സെന്റ് സ്ഥലം സൗജന്യമായി പാലിയേറ്റീവ് സമുച്ചയം നിർമ്മിക്കുന്നതിനായി വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന് കൈമാറിയാണ് ഈ കുടുംബം മാതൃകയാവുന്നത്. വാർത്ത കാണാം. വാണിയംകുളം പുലാച്ചിത്ര സ്വദേശികളായ 73-കാരിയായ തെക്കേത്ത് രാജശ്രീ നായർ, 44-കാരിയായ മകൾ സുജാത നായർ എന്നിവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണ് സൗജന്യമായി വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന് കൈമാറിയത്. സ്വദേശം വാണിയംകുളത്താണെങ്കിലും ഇവരുടെ കുടുംബം ദീർഘകാലമായി സംസ്ഥാനത്തിന് പുറത്താണ്. തങ്ങളുടെ നാട്ടിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം നിർധനരായ മനുഷ്യരുടെ ഉന്നമനത്തിന് കൈമാറണമെന്ന ചിന്തയാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചതെന്ന് നൃത്താധ്യാപിക കൂടിയായ ജയശ്രീ നായർ പറഞ്ഞു. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വളരെയധികം ആൾക്കാർ വിഷമിക്കണതും വയസ്സായ ആൾക്കാർ സ്ഥലം ആരും നോക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമുക്ക് സ്വയം ചെയ്യണമെന്ന് വലിയൊരു ആശയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള അറിവോ കഴിവോ അതൊന്നും ഈ പ്രായത്തിൽ ഇനി അത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഞങ്ങൾ എസ്പെഷ്യലി എൻ്റെ ഭർത്താവിന് ഈ ഏരിയയിൽ കൂടുതലായിട്ട് ആവശ്യമുണ്ട് തോന്നി. 4-5 കൊല്ലമായിട്ട് ഇതിനെ പറ്റിയിട്ട് അതിന് അവരുടെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നെ കുറേ പ്രാവശ്യം ഇദ്ദേഹം ഒരേഗോ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാറുണ്ട്. രാത്രി 1 മണിക്കും 2 മണിക്കും വയ്യാത്ത സമയത്തൊക്കെ കൊണ്ടുപോയിട്ട് നേച്ചർ ഞങ്ങളത് കണ്ടപ്പോൾ റൈറ്റ് പേഴ്സണിനെ കൊണ്ട് നല്ലൊരു സ്ഥാപനത്തിന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ്, നല്ലൊരു കോസിന് വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടാണ് ചെയ്തത്. കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് ഈ തീരുമാനമെടുത്തതെന്നും പിതാവ് തെക്കേത്ത് സുധാകരൻ നായരാണ് ഇതിന് പ്രേരണയായതെന്നും മകൾ സുജാത നായർ പറഞ്ഞു. മരണപ്പെട്ടുപോയ ഇവരുടെ കുടുംബാംഗം കമലമ്മയുടെ സ്മാരക സമുച്ചയമാണ് ഇവിടെ ഉയരുക. കഴിഞ്ഞ 4 വർഷമായി വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റർ നടത്തിവരുന്ന സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള മറ്റൊരു അംഗീകാരം കൂടിയാണ് ഇതെന്ന് ഭാരവാഹികളും പറഞ്ഞു. രജിസ്ട്രേഷൻ നടപടികൾ ഒറ്റപ്പാലം രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വ്യാഴാഴ്ചയാണ് പൂർത്തിയായത്. UTV ന്യൂസ്, പാലക്കാട്.